നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ബയോഗ്യാസ് വികസന പദ്ധതി. ആടുവളർത്തൽ പദ്ധതികൾക്ക് ധനസഹായം. റബ്ബർ ബോർഡ് അറിയിപ്പുകൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ദേശീയ ബയോഗ്യാസ് വികസന പദ്ധതി പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ 1750 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ഈ വർഷം സഹായം അനുവദിക്കുന്നതാണ്. 1 മീറ്റർ ക്യൂബ് വലിപ്പമുള്ള ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 7000 രൂപയും മറ്റുള്ളവർക്ക് 5000 രൂപയും സബ്സിഡിയായി ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി ബയോഗ്യാസ് നിർമ്മാണത്തിലും ഉപയോഗത്തിലും പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നതിനും കൃഷിവകുപ്പ് സഹായം അനുവദിക്കുന്നതാണ്. താൽപര്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. മൃഗസംരക്ഷണ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ആടുവളർത്തൽ പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലയിലെ 57 പഞ്ചായത്തുകളിൽ ഓരോ യൂണിറ്റ് വീതം ആടുകളെ നൽകും. ഒരു യൂണിറ്റിന് 25,000 രൂപ വകുപ്പ് ധനസഹായം നൽകും. 25,000 രൂപ കർഷക വിഹിതവും അടയ്ക്കണം. ഇപ്പോൾ ആട് വളർത്തുന്നവർക്കും പുതുതായി ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ആഗസ്റ്റ് 4 മുമ്പായി അടുത്തുള്ള മൃഗാശുപത്രിയിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നും കുടുംബശ്രീ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് മൃഗസംരക്ഷണ സംരംഭങ്ങളിൽ പരിശീലനം നൽകുന്നു. കൂടാതെ കോളേജിന്റെ സെയിൽസ് കൗണ്ടറിൽ നിന്നും പാലും മുട്ടയും വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0496256901 എന്ന നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ അറിയിപ്പുകൾ ഇനി മുതൽ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലും ട്വിറ്റർ അക്കൗണ്ടിലും ലഭ്യമാണ്. ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റബ്ബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നതോടൊപ്പം റബ്ബറിന്റെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായും ഈ സൈറ്റുകളെ ഉപയോഗിക്കാം. റബ്ബർ കൃഷി, റബ്ബറിന് ബാധിക്കുന്ന രോഗകീടങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും റേഡിയോയിലും ടെലിവിഷനിലും റബ്ബറുമായി ബന്ധപ്പെട്ടു വരുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളും റബ്ബർ ബോർഡിന്റെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ വഴി ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട ഫേസ്ബുക്ക്, ട്വിറ്റർ ലിങ്കുകൾ www.facebook.com/rubberboard, ട്വിറ്റർ twitter.com/rubberboard. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ സെന്റർ ഫോർ പ്ലാന്റ് ബയോടെക്നോളജി ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ നേന്ത്രൻ, ഗ്രാൻഡ് നെയിൻ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 048724389591 എന്ന നമ്പറിൽ വിളിക്കുക. പത്തനംതിട്ട കാർഡ് കൃഷിവിജ്ഞാന കേന്ദ്രം പച്ച ചക്കപ്പൊടി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. 100, 300, 500 ഗ്രാം പാക്കറ്റുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0469266294. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്രി പൗൾട്രി ഫാമിൽ നിന്ന് BV 380 ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487237017. പത്തനംതിട്ട കാർഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മാവിന്റെ പുഷ്പിക്കൽ ത്വരിതപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് ജൂലൈ 22-നും ഇഞ്ചിയിലെ സംയോജിത കീടരോഗ പരിപാലനത്തെക്കുറിച്ച് ജൂലൈ 26-നും പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0469266294 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 7550 രൂപ, കോഴിക്കോട് 8400 രൂപ, തൃശൂരിൽ 7600 രൂപ. കൊപ്ര കൊച്ചിയിൽ 5165 രൂപ, കോഴിക്കോട് 5200 രൂപ, തൃശൂരിൽ 5265 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലത്ത് 10200 രൂപ, ഈറോഡിൽ 10400 രൂപ.
കൊച്ചിയിൽ റബ്ബർ 5-ാം ഗ്രേഡ് 14,000 രൂപ, 4-ാം ഗ്രേഡ് 14,200 രൂപ. കോട്ടയത്ത് റബ്ബർ 5-ാം ഗ്രേഡ് 14,000 രൂപ, 4-ാം ഗ്രേഡ് 14,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 7,550 രൂപ, കൊപ്ര 5,165 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,950 രൂപ, റോട്ടറി 2,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,600 രൂപ, ഗാർബിൾഡ് 72,600 രൂപ. ടുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ 150-നും 200-നും മധ്യേ, തൊണ്ടില്ലാത്തത് 250-നും 360-നും മധ്യേ, ജാതിപത്രി 400-നും 950-നും മധ്യേ, ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 14,000 രൂപ, 4-ാം ഗ്രേഡ് 14,200 രൂപ, ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. ഏലക്ക വാങ്ങിക്കൂട്ടാൻ ലേലകേന്ദ്രങ്ങളിൽ ഇടപാടുകാർ മത്സരിച്ചത് നിരക്ക് മെച്ചപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ തേക്കടിയിലും കുമളിയിലും നടന്ന വ്യത്യസ്ത ലേലങ്ങളിൽ വലിപ്പം കൂടിയ ഇനം ഏലക്ക കിലോഗ്രാമിന് 1,100 രൂപയ്ക്ക് മുകളിൽ ലഭ്യമായി. 2 ലേലങ്ങളിലുമായി ഇന്ന് 68 ടൺ ഏലക്ക കൈമാറി. റബ്ബർ വിലയിൽ വീണ്ടും കുതിച്ച ചാട്ടം. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ അവധി നിരക്കുകൾ ഉയർന്നതോടെ ടയർ കമ്പനികൾ ഷീറ്റ് വില വർദ്ധിപ്പിച്ചെങ്കിലും കാര്യമായി ചരക്ക് സംഭരിക്കാനായില്ല. കോട്ടയത്ത് 4-ാം ഗ്രേഡിന് 200 രൂപ ഉയർന്ന് 14,300 രൂപ രേഖപ്പെടുത്തി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. കൊച്ചി, കോട്ടയം, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ സ്റ്റഡിയാണ്. പ്രാദേശിക ആവശ്യം വർദ്ധിച്ചാൽ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില. കണ്ണൂർ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.3, 24.4. കൊച്ചി 31, 23.8. ആലപ്പുഴ 30.6, 24. പുനലൂർ 31.2, 24. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.